Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah, assalatu wassalamu ala ashrafil mu'minin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തസ്നീമുൽ മദീന റബീഉൽ അവ്വൽ കലാപരിപാടിയിലാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തിരുപ്പിറവി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിച്ച് അവസാനിപ്പിക്കാം. നാഥൻ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ആരാണ് മുത്തുനബി? തെരിശായിൽ കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവിടെ ഉണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി, ലോകത്തിന്റെ കെടാത്ത വിളക്കുകളുമാക്കി, സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി വിശ്വഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഡോക്ടർ ബർനാദി സാർ പറയുന്നു, I like Muhammad's ability. Muhammad was not only perfect but also scientist and sociality. നാം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും ഇഴയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഒരു കവർന്ന ജാതി വ്യത്യാസങ്ങളിൽ തർക്കിച്ചിരുന്ന ലോക ജനതയെ ഗാപ്പര സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലെ കടക്കുന്നവർക്ക് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ നായകൻ ഹബീബിന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും മുത്തും മാണിക്യവും മരതവുമെല്ലാം തന്റെ കാലിന്റെ അടിയിലിരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മഞ്ചുമരിന്റെ വീട്ടിൽ ഈന്തപ്പനയോലകൾ കൊണ്ടുള്ള കീരിൽ സ്വന്തം കൈ കൊണ്ട് വീട് പണിയുകയും വീട്ടുപണി ചെയ്യുകയും വീട് വൃത്തിയാക്കുകയും ദിവസം ചൂല് കൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ട്. പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഈ ലോകത്തെ. എന്നാൽ നാൽക്കാലികൾക്ക് തിരിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ച് വീട്ടിൽ ചെല്ലുകയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ട് എങ്കിൽ അത് ഹബീബിന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ആരുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങേ കാരുണ്യമായിട്ടല്ലാതെ ഭൂമി ലോകത്തേക്ക് സംബന്ധിച്ചിട്ടില്ല. അത് ലോകത്തിന് തുല്യതയില്ലാതെ പകർന്നു നൽകുകയും അത് നേതാക്കൾ തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന നേതാക്കളാണ്. എന്റെ പുന്നാര സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ ഹബീബിന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അസ്രായീൽ റൂഹ് പിടിക്കുമ്പോൾ വേദന തോന്നിയ ഹബീബ് പറയുകയാണ്, ഓ അസ്രായീൽ ഒന്ന് പെതുക്കെ പിടിക്കണേ, വേദനിക്കുന്നു അസ്രായീലെ. അപ്പോൾ അസ്രായീൽ പറയുകയാണ്, ഓ പുന്നാര നബിയെ, ഞങ്ങൾക്കറിയുമോ അങ്ങയുടെ റൂഹ് എന്നാൽ വെണ്ണയിൽ നിന്നും നൂലിനെ എടുക്കുന്നത് പോലെയാണ്, പക്ഷേ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് എന്നാൽ മുന്നിൽ നിന്നും ശരിയെ വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാന ശ്വാസത്തിൽ പോലും യാ ഉമ്മത്തി, ഓ എന്റെ സമുദായമേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ ആ പുന്നാര നബിയെ നാം സ്നേഹിക്കുകയും അനുധാപനം ചെയ്യുകയും വേണം. നാഥൻ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ആരംഭ നബിയുടെ മദഹ് പ്രകീർത്തനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഈ അനുഗ്രഹീത വേദിയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് യുവത്വത്തെ കുറിച്ചാണ്. യുവത്വം അത് വളരെ പരിഗണിക്കപ്പെടേണ്ട കാലമാണ്. കുട്ടിപ്രായത്തിൽ നിന്ന് മാറി സ്വാഭിപ്രായവും സ്വാഭിമാനവും രൂപപ്പെടുന്ന പ്രായം. സൗന്ദര്യബോധവും ധൈര്യവും തോന്നി തുടങ്ങുന്ന കാലം. കലകളോടും സാഹിത്യത്തോടുമുള്ള അഭിനിവേശം ഈ പ്രായത്തിന്റെ സവിശേഷതയാണ്. എതിർലിംഗത്തോടുള്ള താല്പര്യം ഈ ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ പ്രായത്തിലുള്ളവർ ഏറ്റവും വെറുക്കുന്നത് ഉപദേശവും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പരിഗണനയുമാണ്. അതിനാൽ വളരെ സൂക്ഷിച്ചു വേണം ആ പ്രായത്തിലുള്ളവരുമായി നാം ഇടപെടാൻ. അശ്ശബാബു ശുഅബത്തുൻ മിനൽ ജുനൂൻ, യുവത്വം ഭ്രാന്തിന്റെ ഒരു ശാഖയാണെന്നാണ് മുത്തുനബി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ യുവത്വത്തിന്റെ സവിശേഷതകളെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക.
ക്ഷുഭിത യൗവനങ്ങളെ കുറിച്ച് മാത്രമല്ല ക്രിയാത്മക യൗവനങ്ങളെ കുറിച്ചും ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാവി ഭാരതം വിദ്യാസമ്പന്നരായ യുവാക്കളുടെ കൈകളിൽ ഭദ്രമാണെന്ന് ആധുനിക രാഷ്ട്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് നിർണായകമായിരുന്നു. അറേബ്യയെ പരിവർത്തിപ്പിക്കുന്നതിൽ നടന്ന നിരവധി സംഘട്ടങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം ഏൽപ്പിച്ചത് യുവാക്കളെയായിരുന്നു. ലോകനാഗതിരക്ക് മുസ്ലിം യുവത്വം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അധികാരത്തിന്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പതരാതെ സധൈര്യം സത്യമതത്തെ വിളിച്ചു പറഞ്ഞ ഗുഹാവാസികളായ യുവാക്കളെ വിശുദ്ധ ഖുർആൻ പ്രശംസിക്കുന്നുണ്ട്. അന്ത്യനാളിൽ അർശിന്റെ തണൽ നൽകി ആദരിക്കുന്ന 7 കൂട്ടരിൽ നാഥൻ ഇബാദത്തിലായി കഴിഞ്ഞവരെ എണ്ണിയതായി കാണാം. പരിശുദ്ധ മതത്തിന്റെ പ്രചാരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച് സത്യമതവാദികളായ യുവാക്കളിൽ പലരും സ്വന്തം നാടുകളിൽ നിന്ന് പലായനം ചെയ്തവരായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പോയവരിൽ പലരും യുവാക്കളായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് പരിത്യാഗികളായി മാറിയ ചില യുവ സ്വഹാബാക്കളെ ചരിത്രം പരിചയപ്പെടുത്തിയതായി കാണാം. അവരിൽ പ്രധാനികളായ 2 പേര് പരിചയപ്പെടാം. ഒന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സമ്പന്നനായ സുമുഖനായ ദീക്ഷണശാലിയായ ചെറുപ്പക്കാരനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. അർക്കമിന്റെ വീട്ടിൽ നടന്ന പ്രവാചകരുടെ വിജ്ഞാന സദസ്സിൽ പങ്കെടുത്ത മുസ്അബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ തീരമണിഞ്ഞു. പിന്നീടുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു. സമ്പത്ത് മുഴുവനും ഇതിനു വേണ്ടി ത്യജിച്ച അദ്ദേഹം പരമദരിദ്രനായി മാറി. സ്വഹാബിയുടെ കഷ്ണം വെച്ച വസ്ത്രങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയനങ്ങൾ ഈറനണഞ്ഞു. 40 വട്ടം കീർത്തുന്യ വസ്ത്രങ്ങളായിരുന്നു അന്ന് അദ്ദേഹം ധരിച്ചത്രേ. വഫാത്തായി കിടക്കും നേരത്തെ കഫൻ തുണി പോലും മഹാനവറുകൾക്ക് തികയാതെ വന്നിരുന്നെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മറ്റൊരു പരിത്യാഗിയായ സ്വഹാബിയായിരുന്നു കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആവേശഭരിതമായിരുന്ന മഹാനവറുകളുടെ യുവത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വരുന്ന കൂരമ്പുകളെ രഹസ്യമായി അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ദൗത്യം പലപ്പോഴും ഏറ്റെടുക്കാറുള്ളത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. വളരെ അപകടകരമായ ഒരു ഉത്തരവാദിത്വമായിരുന്നു അത്. എപ്പോഴും എന്തും സംഭവിക്കാം, ഏത് വഴിക്കും അപകടം പതുങ്ങി വരാം. എന്നിട്ട് കൂടി അത്തരം കാര്യങ്ങൾ അവർ ധീരമായി ഏറ്റെടുത്തു. ഖൈബറിലടക്കം നിരവധി യുദ്ധങ്ങളിൽ ആ യുവത്വത്തിന്റെ ചുറുചുറുക്കും ധീരതയും പ്രകടമായിരുന്നു. ഉള്ളത് മുഴുവനും ദീനിനു വേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അഭയം തേടുകയായിരുന്നു അവർ. അതുകൊണ്ടാണ് വിശന്ന് കരഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാനുള്ള ആഹാര സാധനങ്ങൾ വാങ്ങാൻ പോയ അലി റളിയല്ലാഹു അൻഹു ഉള്ള സമ്പത്തും ദാനം ചെയ്ത് ഭാര്യയായ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ അള്ളാഹു അവരെ സഹായിച്ചു. ദുനിയാവിൽ ആഖിറത്തിലും ദുനിയാവിൽ അവരെ ഖലീഫയാക്കുകയും സ്വർഗത്തിൽ അവരെ യുവാക്കളുടെ നേതാവാക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യം, അതിൽ തന്നെ നമ്മുടെ യുവത്വം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നാം എല്ലാം നാഥന് നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കൂട്ടുകാരെ, നാം എല്ലാവരും ഇവരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തുരുത്തി മുഹമ്മദിയ മദ്രസ സംഘടിപ്പിക്കുന്ന തസ്നീമെ മദീന ഇസ്ലാമിക് കലാമേളയിലാണ്. ഇവിടെ ഒരുമിച്ച് കൂടുന്നത് പോലെ നാളെ റബ്ബ് അവന്റെ സ്വർഗ്ഗ ലോകത്തും നമ്മെ ഏവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അക്രമവും അരാജകത്വവും ഫാസിസവും നിറഞ്ഞ ഈ ലോകത്ത് അനീതിയുടെ വക്താക്കളായ അധികാരികളായ ഭരണാധികാരികൾ അവർ ദുർഭരണം കാഴ്ചവെക്കുകയും പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ഫലസ്തീന്റെ മണ്ണിൽ നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ നടത്തി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിഷ്ഠൂരം കൊലകൾ ചെയ്യുന്ന ഈ കാലത്ത് എന്റെ നബി, എന്റെ മാതൃക എന്ന വിഷയം ഏറെ പ്രസക്തമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഈ മഹത്തായ ആയത്ത് തന്റെ വാക്കിലും പ്രവൃത്തിയിലും അവസ്ഥാന്തരങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കും എന്നതിനുള്ള വലിയ അടിസ്ഥാനമാണ് എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്.
ആരംഭമുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അത് ഉത്തമമായ മഹനീയ മാതൃക നമുക്ക് കാണാവുന്നതാണ്. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്നാണ് എന്റെ ഹബീബിന്റെ അങ്ങേറ്റം ഉത്കൃഷ്ടവും മാതൃകാപരമായ സ്വഭാവത്തെ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയത്. സൽസ്വഭാവിക മാതൃക എന്റെ പ്രവാചകരാകുന്നു. അതുപോലെ അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവൻ, സഹിഷ്ണുത കാണിക്കുന്നവൻ, ഭാര്യയെ സ്നേഹിക്കുന്നവൻ, മക്കളെ പരിഗണിക്കുന്നവൻ, വിനയത്തിന്റെയും വിവേകത്തിന്റെയും ആളുകൾ, ഹൃദയവിശാലതയുള്ളവർ, സമൂഹത്തിൽ നീതി നടപ്പാക്കുന്നവർ തുടങ്ങി ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും സമസ്ത മേഖലകളിലും ഒരു മാതൃകയുണ്ടെങ്കിൽ അതെന്റെ പ്രവാചകനാണ്, അതെന്റെ നബിയാണ്. വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് കൂടി പ്രവാചകൻ നയിച്ച ലളിത ജീവിതം മതി മാനവലോകം അദ്ദേഹത്തിന്റെ മാതൃക ജീവിതത്തിലേക്ക് പകർത്താൻ. ആദർശ സംരക്ഷണാർത്ഥ പ്രകാരം നാടും വീടും വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നപ്പോൾ പോലും ആ തിരുപാദങ്ങൾ തല്ലിയിട പതറിയില്ല. സമൂലമായ സാമൂഹ്യ പരിവർത്തനവും പരിഷ്കരണവുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 23 വർഷങ്ങൾ കൊണ്ട് സാധിച്ചെടുത്തത്. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, സാംസ്കാരികം എന്നത് വേണ്ട, എന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും മാതൃകയാണ് എന്റെ പ്രവാചകൻ. പ്രവാചകന് ശേഷം വന്ന പല മഹത് വ്യക്തികളുടെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ഈ ലോകത്തിന് കാണിച്ച മാതൃക ജീവിതത്തിലേക്ക്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കാരുണ്യവാൻ നബി മുത്തുരത്നമോ എന്നാണ് എന്റെ പ്രവാചകന്റെ ജീവിതത്തെ വർണ്ണിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ പ്രശംസിച്ചതെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ഈ ലോകത്തിന്റെ തന്നെ മാതൃകയാണെന്നാണ്. ഗാന്ധിജി പറയുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജ്ഞാനത്തിന്റെയും മറവിന്റെയും വിധികളാണ്. ഇത് മുസ്ലിമുകൾക്ക് മാത്രമല്ല മാനവരാശിക്ക് മുഴുവനും. പ്രവാചകന്റെ ജീവിതം ഈ ലോക സമൂഹത്തിന് മുമ്പിൽ ഒരു ഉത്തമ മുസൽമാനായി ജീവിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് മുത്തുനബി? തരിശയായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി ഉജ്ജ്വലമായ പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർനാഡ് ഷാ പറയുകയാണ്, ഐ ലൈക്ക് മുഹമ്മദ്'s ability. മുഹമ്മദ് വാസ് നോട്ട് ഓൺലി പ്രൊഫറ്റ് ബട്ട് ഓൾസോ സയന്റിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ്. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ചൊരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാകുന്നു. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഇരയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപര സഹോദരങ്ങളാക്കി കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവൻക്ക് പദവി നൽകി ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൽ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും മർദ്ദനവും മുത്തുമർദ്ദനവും എല്ലാം നൽകി. ആൽ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും മുത്തും മർദ്ദനവും എല്ലാം നൽകി. പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികൾക്ക് തീറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു നേതാവാണ്. ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോൾ മരണവേദന തോന്നിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്രായീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഓ നബിയെ, അങ്ങയുടെ റൂഹ് എന്നിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ്, എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് മുള്ളിൽ നിന്ന് ശിരയെ വലിച്ചെടുക്കുന്നത് പോലെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിർ റഹ്മത്തിൽ ആലമീൻ വഅലാ ആലി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹാദരണീയായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
മനോഹരമായി ഈ സദസ്സിൽ വെച്ച് കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ മഹാനഷ്ടത്തിലാകുന്നു എന്ന സൃഷ്ടാവായ തമ്പുരാന്റെ പ്രഖ്യാപനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന് അവസരം തന്ന സൃഷ്ടാവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, കാലം എല്ലാത്തിനും സാക്ഷിയാണ്. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പ്രവർത്തനവും കാലത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ലോക ചരിത്രത്തിൽ സ്ഥലം പിടിച്ച എത്രയോ സമുദായങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും മികച്ച നേട്ടങ്ങൾ, അപ്രകാരം തന്നെ അവയുടെ അതിദാരുണമായ അധപതനങ്ങൾക്കും നാശങ്ങൾക്കും കാലം സാക്ഷിയാണ്. കാലകാലങ്ങളിൽ ഈ ലോകത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അതിൽ വലിയ പാഠങ്ങളുണ്ട്. അതേസമയം തന്നെ മനുഷ്യൻ ഇന്നും നിർവചിക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ് കാലം. ആ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു തആല പറയുന്നു, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. പ്രപഞ്ച പരിപാലകനായ അള്ളാഹു അവന്റെ വിശുദ്ധ കലാമിൽ പറയുന്നു, കാലം തന്നെയാണ് സത്യം, നിശ്ചയം മനുഷ്യവർഗം വമ്പിച്ച നഷ്ടത്തിൽ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടിയാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങ് ദൂരെ അറബിയിലാണ് സംഭവം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വിറക് കെട്ട് ചുവന്നുകൊണ്ട് അവിഷയെ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ വിഷമമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൃദ്ധയോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കണോ? അങ്ങനെ ആ വൃദ്ധ സമ്മതിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിറക് കെട്ട് ചുവന്നുകൊണ്ട് ആ വൃദ്ധയുടെ വീട്ടിൽ വെച്ചു. അങ്ങനെ ആ വൃദ്ധ സന്തോഷത്തോടെ പറഞ്ഞു, ഓ മകനെ, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, എന്നാലും ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. അങ്ങ് മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുണ്ട്, പ്രവാചകൻ എന്ന് വാദിക്കുന്ന. അയാളുടെ ചതിയിൽ നീ പെടരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഉമ്മ, നിങ്ങൾ പറഞ്ഞ ആ പ്രവാചകൻ, നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാനാ. അങ്ങനെ ആ സ്ത്രീ അത്ഭുതപ്പെട്ടു, ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതായിരുന്നു കൂട്ടുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലെ ചില കഥകൾ. അത് പിൻപറ്റുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.